എല്ലാവരെയും ഇന്നത്തെ സൂമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജയമോൻ കെ എന്നാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. എന്റെ പ്രൊഫഷൻ ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. ബയോട്ടോറിയം എന്ന ഈ ഒരു വലിയ പ്രൊജക്ട് എന്റെ കയ്യിൽ വന്ന് ചേർന്നതിന് ശേഷം ഞാൻ പൂർണ്ണമായും ആ ഒരു മേഖലയിൽ നിന്നും റിസൈൻ ചെയ്തുകൊണ്ട് ഇന്ന് ഈ ബയോട്ടോറിയം ബിസിനസ് കഴിഞ്ഞ 3 വർഷമായി ഏറ്റെടുത്ത് ചെയ്യുന്നു. അക്കൗണ്ടിലേക്ക് നല്ല ക്യാഷും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊജക്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങളും നമ്മുടെയൊക്കെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നേടിത്തരുന്ന വലിയൊരു അവസരം കൂടിയാണ്. ഈ അവസരത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ഏറ്റെടുത്ത് ചെയ്യാൻ ആർക്ക് തയ്യാറാവുന്നു അവർക്കെല്ലാം ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവും. ആ വിജയം നമ്മുടെ മുന്നേ നടന്നു പോയിട്ടുള്ളവർ നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മളാരും പുതിയതായിട്ട് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പുതിയതായി നമ്മൾ ഒരു വഴിവെട്ടി തെളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പേ നടന്നു പോയിട്ടുള്ളവർ നല്ല നിലയിൽ വഴിവെട്ടി തെളിച്ച് നല്ല മാർഗദർശികളായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഇവിടെ ഏറ്റെടുത്താൽ ഉറപ്പായും നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ വലിയൊരു അവസരം നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അവസരം എന്ന് പറയുന്നത് നമ്മളെ തേടി വരുന്നതല്ല. ആദ്യം നമ്മൾ അവസരങ്ങൾക്ക് പുറകെ നമ്മൾ പോകണം. അവസരങ്ങൾക്ക് പുറകെ പോകുമ്പോൾ അപഗണനയും പുച്ഛവും പരിഹാസവും ഒക്കെ നമ്മുടെ നേരെ ഉണ്ടാവും. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അവസരങ്ങളെ നമ്മൾ പരമാവധി എത്രമാത്രം നമുക്ക് അവസരങ്ങളുടെ പുറകെ സഞ്ചരിച്ചുകൊണ്ട് അവസരം നമ്മളിലേക്ക് എന്നെത്തുന്നോ അന്ന് വരെ നമ്മുടെ യാത്ര നമുക്ക് തുടർന്നുകൊണ്ടിരിക്കണം. ഞാനിപ്പോ ചൊല്ലിയ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ആ വരികളുടെ 4 കൃതികൾ, ആ 4 വരികൾ ചൊല്ലിക്കൊണ്ടാണ് മലയാളത്തിലെ ഗാനഗന്ധർവൻ ദാസേട്ടൻ തന്റെ അപ്രമാദിത്യം ആ ഒരു മേഖലയിൽ തെളിയിച്ചു. ദാസേട്ടൻ ആദ്യം ആകാശവാണിയിൽ പാടാൻ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചയച്ചതാണ്. എന്നാൽ ഇന്ന് ആ ശബ്ദം കേൾക്കാത്ത ഒരു മലയാളി പോലും ലോകത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം തന്റെ കഴിവിനെ കൂടുതൽ അവഗണനയും പുച്ഛവും പരിഹാസവും എല്ലാം നേരിട്ടപ്പോ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുകയും എന്റെ ഉള്ളിലെ കഴിവ് ഞാൻ വിചാരിച്ചാൽ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, ഇന്ന് പുച്ഛിച്ചവർ നാളെ എന്നെ അംഗീകരിക്കും എന്നുള്ള വലിയ സത്യം ആ മഹത് വ്യക്തി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്ന് പറയുന്നവർ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു പ്രതിഭയെ പുറത്തു കൊണ്ടുവരാൻ, വിജയിപ്പിക്കാൻ, അതിലൂടെ നമ്മൾ മനസ്സിൽ കരുതിയിട്ടുള്ള പല നേട്ടങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് ബയോട്ടോറിയം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് മഹാദേവിയെ, മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്ന ദിവസമാണ്. കാരണം കടബാധ്യതകൾ മാറി ജീവിതത്തിൽ ഐശ്വര്യം വരുത്താൻ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുന്നിലേക്ക് ധനം കുമ്പിഞ്ഞു കൂടുന്ന അവസ്ഥ ആണ് നമ്മൾ മഹാലക്ഷ്മി എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ വിശ്വസിക്കും. അതുപോലെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കർത്താവായ യേശു മിശിഹ ക്രൂശിൽ മരണപ്പെട്ടതും ഈ ഒരു ദിവസമാണ്. മരണപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെണീറ്റു എന്നുള്ളതും വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ദുഃഖവെള്ളി എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നതെങ്കിലും ആ ദുഃഖവെള്ളിയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. അതുപോലെ ആദം നബി സ്വർഗത്തിൽ പ്രവേശിച്ച, മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദം നബി സ്വർഗത്തിൽ പ്രവേശിച്ച ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം ഈ സൂമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും, വലിയ വിജയങ്ങൾ ഉണ്ടാവും. അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സൂമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുത്ത് സൂമിലേക്ക് പുതിയതായി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ഈ സൂമിന്റെ ആദ്യാവസാനം ഈ സൂമിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്ക് മുന്നിൽ പറയുന്ന വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും സാധിച്ചാൽ ഉറപ്പായും വിജയം നമുക്കൊപ്പമാണ്, ഈ ലോകം നമുക്കൊപ്പമാണ്. നമ്മുടെ ചിന്ത, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് പല ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരമായി ഇന്നത്തെ ഒരു ദിവസം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ
ഈ ഒരു ആദ്യമായി നമുക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് സ്പീച്ച് നടത്തുന്നത് കോട്ടയത്തിന്റെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള മിനി മാഡമാണ്. നമുക്കറിയാം, ഒരു ലേഡിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഇതിനെ മനസ്സിൽ ഏറ്റുവാങ്ങി തന്റെ ഉത്തരവാദിത്വം, തന്റെ കടമ പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ സാധിച്ചാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ കോട്ടയംകാരി കൂടിയായ പ്രിയപ്പെട്ട മിനി മാഡം. മിനി മാഡം ഒരു അധ്യാപികയായിരുന്നു. തന്റെ അധ്യാപന വൃത്തി പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഒരു പ്രൊജക്ട് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ന് ജീവിത വിജയം കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു മാർഗദർശിയായി കോട്ടയത്ത് നിന്ന് പ്രവർത്തിക്കുകയും ഇന്നിപ്പോ കേരള ബയോട്ടോറിയം കോറിൽ തന്റെ സാന്നിധ്യം, തന്റെ നിറസാന്നിധ്യം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മിനി മാഡം ഞങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാം ലീഡറായി ഞങ്ങളുണ്ട്. പ്രിയപ്പെട്ട മിനി മാഡത്തിന്റെ വാക്കുകൾ പലപ്പോഴും ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ ഈ വർക്കുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മോട്ടിവേഷനാണ്. ഇന്നും പ്രിയപ്പെട്ട മിനി മാഡത്തിന്റെ വാക്കുകൾ നമുക്ക് വളരെയധികം പ്രചോദനം തരുമെന്ന കാര്യം 100% ഞാൻ ഉറപ്പു നൽകുകയാണ്. ഇന്ന് മിനി മാഡം അവതരിപ്പിക്കുന്നത് ഈഗോ എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം നമുക്കറിയാം, ഈഗോ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാൽ ആ ഈഗോ നമ്മളെ ഒരിക്കലും വിജയിപ്പിക്കില്ല. കഴിഞ്ഞ ദിവസം മനോജ് സാർ പറഞ്ഞ പോലെ ഈ എന്നുള്ളതിനെ ഗോ ആക്കി മാറ്റാൻ നമുക്ക് എന്ന് സാധിക്കുന്നു, അന്ന് മുതൽ നമ്മുടെ വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് നമ്മൾ കയറി തുടങ്ങിയാണ്. അതുകൊണ്ട് ഈഗോ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ബെറ്റർ ആക്കുന്ന പല ഐഡിയാസും നമുക്ക് നിർദ്ദേശിക്കാൻ, നമുക്ക് പറഞ്ഞു തരാൻ ഇന്നത്തെ സുദിനത്തിൽ നമുക്ക് വേണ്ടി ഈ ഒരു സൂമിൽ ആദ്യമായി ഓപ്പണിംഗ് സ്പീച്ച് നടത്തുന്ന പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ കൂടിയായിട്ടുള്ള കോട്ടയത്തിന്റെ അയൺ ലേഡി ആയിട്ടുള്ള പ്രിയപ്പെട്ട മിനി മാഡമാണ്. മിനി മാഡത്തെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആത്മാർത്ഥമായി ഏറ്റവും സ്നേഹപൂർവ്വം സാദരം സവിനയം ക്ഷണിക്കുകയാണ്. മിനി മാഡം, പ്ലീസ് കം ഓൺ. താങ്ക് യു ജയമോഹൻ സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ജയമോഹൻ സാറിനെ പരിചയപ്പെടുത്തി ഇനി വീണ്ടും എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ പേര് മിനി, കോട്ടയം സ്വദേശി. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ മനോജ് സാറ് എന്താണ് എൻഡ് ചെയ്തെടുത്തു നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് സാർ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളൊരു കാര്യം സാറ് സൂചിപ്പിച്ചിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. അപ്പം ആ ഒരു വിഷയം വെച്ച് തന്നെ ഇന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മെ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈഗോ, അല്ലെങ്കിൽ നമ്മുടെ തലക്കനം, അല്ലെ? അപ്പം അതായത് മറ്റുള്ള ആളുകൾ പറയുന്നൊന്നും നമുക്ക് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള ഒരു, അതായത് നമ്മൾ പറയുന്ന മാത്രമാണ് ശരി എന്നുള്ളൊരു ചിന്ത. അപ്പം ഇത്തരത്തിലുള്ള ആ ഈഗോ ഒക്കെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഈഗോ എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ഇതിനെ തരണം ചെയ്യാനുള്ള മറികടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സക്സസിലേക്ക് എത്താനായിട്ട് പറ്റും. ആദ്യമായിട്ട് ഞാനൊരു സ്റ്റോറിയിൽ കൂടെ പറയാണ്. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ കാണാനായിട്ട് രാവിലെ തൊട്ട് ഓരോ വ്യക്തികൾ വരുമ്പോൾ രാജാവ് ഇങ്ങനെ ഓരോ വ്യക്തികളെയും നോക്കി തല കുമ്പിടുമായിരുന്നു. ഇത് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പം മന്ത്രി ചോദിച്ചു, ഇതെന്തിനാ, നിങ്ങൾ വലിയൊരു രാജാവല്ലേ, രാജ്യം ഭരിക്കുന്ന ആളല്ലേ, നിങ്ങൾ എന്തിനാ വരുന്ന എല്ലാരും നോക്കി തല കുനിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പിന്നെ രാജാവ് ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ മന്ത്രി കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. മന്ത്രി പിറ്റേ ദിവസം രാവിലെ കൊട്ടാരത്തിലേക്ക് വരുന്നു. രാജാവ് രാവിലെ തന്നെ മന്ത്രിയുടെ കയ്യിലോട്ടൊരു പാത്രം കൊടുക്കുകയാണ്. ആ പാത്രത്തിനകത്ത് ഒരു മനുഷ്യന്റെ തലയും ആടിന്റെ തലയും പോത്തിന്റെ തലയും ഉണ്ടായിരുന്നു. എന്നിട്ട് രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വരാൻ പറഞ്ഞു. അപ്പം മന്ത്രി അത് കേട്ടു, അനുസരിച്ചു. മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം പോത്തിന്റെ തലയും ആടിന്റെ തലയും പെട്ടെന്ന് വിറ്റുപോയി. പക്ഷെ മനുഷ്യന്റെ തല കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും പേടിയോടുകൂടിയും വെറുപ്പോടുകൂടിയും അറപ്പോടുകൂടിയും നോക്കാൻ തുടങ്ങി. ആ മനുഷ്യന്റെ തല അവിടെ വിൽക്കാൻ പറ്റിയില്ല. അപ്പം തിരിച്ചു വന്നു, ഇങ്ങനെയാണ് സംഭവിച്ചത്, എനിക്ക് മനുഷ്യന്റെ തല വിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം രാജാവ് അന്നേരം ഒന്നും മറുപടി പറയുന്നില്ല. വീണ്ടും പിറ്റേ ദിവസം രാവിലെ വരാൻ പറയുന്നു. പിറ്റേ ദിവസം രാവിലെ മന്ത്രി ചെല്ലുന്നു. പ്ലേറ്റിനകത്ത് അന്നേരം ആടിന്റെ തലയും ഒരു മീനിന്റെ തലയും മനുഷ്യന്റെ തലയും കൊടുത്തുവിട്ട് ഇത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് വരാൻ പറഞ്ഞു. അന്നും കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ അവിടെ ചെന്നപ്പോ ആടിന്റെ തലയും മീനിന്റെ തലയും പെട്ടെന്ന് വിറ്റുപോയി. തലേ ദിവസത്തെ പോലെ തന്നെ മനുഷ്യന്റെ തല കണ്ടു കഴിഞ്ഞപ്പം ആർക്കും മേടിക്കാൻ തോന്നിയില്ല. എല്ലാരും അറപ്പോടുകൂടി അല്ലെ പേടിയോടുകൂടി നോക്കുമായിരുന്നു.
അപ്പൊ അത് കഴിഞ്ഞിട്ടും എന്താണ് മന്ത്രി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. ഇനിയെങ്കിലും ഇതൊന്ന് പറ, എന്താണ് ഇതിന്റെ കാര്യം എന്ന് പറയാൻ പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും ജീവിച്ചിരിക്കുമ്പോഴാണ് വിനയമാണ് വേണ്ടിയത്. നമ്മള് മറ്റുള്ളവരെ നമ്മൾ വണങ്ങി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ തലയ്ക്ക് വിലയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് തല കുമ്പിട്ട് നിൽക്കുക, നമ്മള് വിനയത്തോടു കൂടി ജീവിക്കുക. അതാണ് ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമുക്കറിയാം, വലിയ നിറയെ കാകളുള്ള ഒരു വാഴക്കൊല അതെങ്ങനെയായിരിക്കും നിൽക്കുന്നത്? കുമ്പിട്ട് നിൽക്കുമായിരിക്കും അല്ലെ. ചെറിയ കുറച്ച് കാകളെ ഉള്ളെങ്കിൽ അത് ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കും. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മളെപ്പോഴും വിനയത്തോടു കൂടി അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടത് നമ്മളുടെ മുന്നിൽ മാത്രമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തല കുനിച്ച് തന്നെ നമ്മൾ നിൽക്കുക. അത് നമുക്ക് സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സാധിപ്പിക്കും. അതുപോലെ ഇങ്ങനെ നമുക്ക് നിറയെ വാഴക്കൊല കാകളുള്ള കൊലകളായിട്ട് നമ്മൾ മുമ്പിട്ട് നിൽക്കുക. അതായത് നിറയെ കണ്ടന്റിലുള്ള ഓരോരുത്തരും നിറയെ അറിവുകളുള്ള നല്ല വിനയമുള്ള ഓരോ വ്യക്തികളായിട്ട് നമുക്ക് ഈഗോ ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല അല്ലെ. എല്ലാവർക്കും ഈഗോ ഉണ്ട്. അപ്പം ഇത് എന്താണെന്നും ഇത് നമ്മളെ എങ്ങനെയാണ് ബിസിനസ്സിൽ ബാധിക്കുന്നതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ജസ്റ്റ് a minute. ഓക്കെ. പല ആളുകളും പറയുന്ന കാര്യമാണ്, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുന്നു. അങ്ങനെ നമ്മുടെ പരാജയത്തിന് കാരണമാകുന്ന കുറച്ച് ഈഗോകളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഈഗോ എന്ന് പറയുന്നത് ഒരു തരം അഹംബോധം അല്ലെങ്കിൽ അഹങ്കാരം, തലക്കനം അല്ലെ, ഞാൻ എന്തോ ആണ് അല്ലെ എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്നതാണ് ഈഗോ. അപ്പം ഈഗോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അതായത് 90% ആളുകൾക്ക് സക്സസ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മളെല്ലാവരും വിജയിക്കാൻ വേണ്ടി ഈ ഒരു മേഖല തെരഞ്ഞെടുത്തു അല്ലെ. എല്ലാവർക്കും ഇതിന് സാധിക്കാറുമില്ല. കുറെ ആളുകൾ സക്സസിലേക്ക് എത്തുമ്പോൾ മറ്റു കുറച്ച് ആൾക്കാർക്ക് ഇതിന് കഴിയാറുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെ? എന്താണ് എല്ലാ ആളുകൾക്കും സക്സസിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കാരണം? ഒരാളെ സക്സസിലേക്ക് കൊണ്ടെത്തിക്കാത്ത അയാളെ പുറകോട്ട് വലിക്കുന്ന കാരണം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഒരു മേഖലയിൽ വിജയിക്കണമെങ്കിൽ നമ്മളിലുള്ള ഈഗോ മാറ്റണമെന്ന് പറയാറുണ്ട്. എപ്പോഴും ശരിക്കും നമ്മൾ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തപ്പോഴാണ് കൂടുതൽ ഈ ഒരു വേർഡിനെ പറ്റി കേൾക്കാനായിട്ട് വരുന്നത്. അതായത് ഈഗോയും ക്യാഷും ഒരുമിച്ച് വാഴില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 6 തരം ഈഗോയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ 6 തരം ഈഗോ, ഒത്തിരി ടൈപ്പ് ഈഗോസ് ഉണ്ട്. ഞാനിപ്പം മോർണിംഗില് ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഇത് 6 ചുരുക്കിച്ചത്. അപ്പൊ ഒത്തിരി ടൈപ്പ് ഓഫ് ഈഗോസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി നിന്നാൽ നമുക്ക് സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പം ഏതൊക്കെയാണ് ആ ഈഗോസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഓരോന്നായി നമ്മൾ പരിശോധിക്കാനും അതിനെ കവർ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പം നമ്മളെ സമ്പന്നത്തിലേക്ക് അല്ലെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാതെ പിറകോട്ട് വലിക്കുന്ന ആ ഈഗോസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലെയിം ഈഗോ. കുറ്റപ്പെടുത്തുക. ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. അപ്പം ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരു സ്വഭാവമാണ് ഇത്തരക്കാരുടെ. അതായത് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ബ്ലെയിം ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം. ഈ സ്വഭാവം നമ്മളിൽ ഒരു ഈഗോ ആയിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ഈഗോ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് എത്ര വേഗം ആര് മാറ്റണം? നമ്മൾ തന്നെ മാറ്റണം. അപ്പം ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ വിരൽ ചൂണ്ടുന്നത് മറ്റൊരാളുടെ നേർക്കാണ് അല്ലെ. അങ്ങനെ മറ്റൊരാളുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകളും ചൂണ്ടുന്ന എങ്ങോട്ടേക്കാണ്? നമ്മുടെ നേർക്കില്ലേ. നമ്മൾ നോക്കിയാൽ മതി, നമ്മളെ ഒരു ചൂണ്ടുവിരൽ നേരെ നോക്കുമ്പോൾ മറ്റു വിരലുകളെല്ലാം നമ്മുടെ നേരെയായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ മാറ്റം വരുത്തേണ്ടത് നമ്മളിലാണ്. ചുറ്റുവട്ടത്തെ ബ്ലെയിം ചെയ്യാതെ അവനവനിലെ കറക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനാണ് നാം തയ്യാറാകേണ്ടത്. അപ്പം അതിനെ അതിജീവിക്കേണ്ട ഒന്നാമത്തെ ഈഗോയാണ് ഈഗോ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നോ ഇറ്റ് ഓൾ ഈഗോ. ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഈഗോയാണ്.
അതായത് ഏറ്റവും ഉപദ്രവകാരിയായിട്ടുള്ളൊരു ഈഗോ, നോ ഇറ്റ് ഓൾ ഈഗോ. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, എനിക്കെല്ലാം അറിയാം, അല്ല കൃത്യമായ എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഈഗോ. മറ്റൊരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ വന്നാലോ, അല്ലെ നമുക്ക് ഇപ്പം ശരിയാ, നമുക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും ക്ലാസ്സിന് വരാനോ അല്ലെ ട്രെയിനിങ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ, ഇതൊക്കെ എന്താണ് എനിക്ക് ഡെമോ ചെയ്യാൻ അറിയാം, പ്രസന്റേഷൻ ചെയ്യാൻ അറിയാം, അവർ അതിൽ നിന്ന് ഒതുങ്ങി കൂടുകയാണ്. അവർക്ക് അതുകൊണ്ടെല്ലാം ആയി എന്നുള്ളതാണ്. അത് മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞു തരാൻ വന്നാലോ, അല്ലെങ്കിൽ കമ്പനിയുടെ പുതിയ അപ്ഡേഷൻസ്, പുതിയൊരു അപ്ഗ്രഡേഷൻ, ഇതൊന്നും പഠിക്കാൻ ഇങ്ങനെയുള്ളവർ തയ്യാറാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെല്ലാം അറിയാമല്ലോ, അല്ലെ ഞാൻ ഈ മേഖലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ഇതിനകത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, മറ്റൊരാൾ പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളത്. അപ്പൊ ഈ ചിന്ത ഒരു അബദ്ധമാണ്, ഇതൊരു ഈഗോയാണ്. നോ ഇറ്റ് ഓൾ ഈഗോ എന്നാണ് ഇത് നമ്മൾ വിളിക്കുന്നത്. എനിക്കെല്ലാം അറിയാം. ഓക്കെ, ആരും പൂർണ്ണരല്ല അല്ലെ, നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പം എല്ലാ മനുഷ്യരും പുതിയതായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്രെയിനിങ്ങുകൾ, പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പൊ എനിക്ക് ട്രെയിനിങ്ങുകൾ കൂടിയാണ് ഓരോരോ അറിവുകൾ കിട്ടുന്നത്. അപ്പം ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു പഠനം നിലയ്ക്കേണ്ട ഒരു കാര്യമല്ല, ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നോ ഇറ്റ് ഓൾ ഈഗോ വന്നാലുള്ള കുഴപ്പം, നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ മിടുമിടുക്കരാണ് നമ്മൾ എന്ത് ചെയ്യണം, സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താണ് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാറുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണോ, നമ്മൾ പണ്ട് ചെയ്ത റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾക്ക് പോലും ഇന്ന് പ്രവർത്തിക്കുമ്പോൾ എന്ത് കിട്ടത്തില്ല, റിസൾട്ട് ഉണ്ടാകാതെ പോകും. അപ്പം നമ്മൾ അന്നേരം എന്താവും, നമ്മൾ ഡെസ്പറേറ്റ് ആകുകയാണ്, നിരാശരാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നോ ഇറ്റ് ഓൾ ഈഗോ ഉണ്ടെങ്കിൽ അതിനെ ഇന്ന് തന്നെ അതിനെ പൊട്ടിച്ച് കളയുക. അപ്പം എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്, ഐ ഹാവ് ടു ലേൺ മോർ എന്നുള്ളത് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാണ്. അതേപോലെ തന്നെ എവറിത്തിങ് ക്യാൻ ബി ഡൺ ഇൻ എ ബെറ്റർ വേ. എല്ലാ കാര്യങ്ങളും ഇതിലും ഭംഗിയായി ചെയ്യാൻ, ബെറ്റർ വേ, നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമുള്ള എന്നൊരു തോന്നൽ കൂടി നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കണം. കാരണം കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പുതിയ സ്കിൽസ് അക്യൂർ ചെയ്യണം അല്ലെ. നമുക്ക് എനിക്ക് കഴിവുകളുണ്ട്, ഇതൊക്കെ മതി എന്നല്ല, നമുക്ക് ഓരോ ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ എല്ലാ മനുഷ്യനും സ്കിൽസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളിൽ കൂടി പടിപടിയായിട്ട് നമ്മളത് അക്യൂർ ചെയ്യണം, നേടിയെടുക്കണം. കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ എന്ത് സമ്പാദിക്കണം, അറിവ് സമ്പാദിക്കണം. ഇറ്റ്സ് നോളജ് ബേസ്ഡ് ബിസിനസ്. ആദ്യം തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അറിവ് സമ്പാദിക്കണം. ഓട്ടോമാറ്റിക്കലി നോ ഇറ്റ് ഓൾ ഈഗോയെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കണം. അപ്പം എവറിത്തിങ് ക്യാൻ ബി ഡൺ ഇൻ എ ബെറ്റർ വേ. നോ ഇറ്റ് ഓൾ ഈഗോ എന്ന ആറ്റിറ്റ്യൂഡാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കാതെ പുറകോട്ട് വലിക്കുന്ന രണ്ടാമത്തെ ഘടകം. നോ ഇറ്റ് ഓൾ ഈഗോ, എനിക്കെല്ലാം അറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ജഡ്ജ്മെന്റൽ ഈഗോ. ഓക്കെ, ഇത്തരത്തിലുള്ള ഈഗോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് ജഡ്ജ്മെന്റ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു നല്ല കാർ എടുത്താൽ, അല്ലെ ഒരു നല്ല വീട് വെച്ചാൽ, അല്ലെ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ് അയാൾ എന്തോ മോശമായ എന്തോ കാര്യം ചെയ്തിട്ടാണ്, അല്ലെ ഇതൊക്കെ അയാൾ എങ്ങനെയൊക്കെയോ നേടിയതാണ്, അല്ലെ കുറെ കാശുണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഇയാൾ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തില് ഇപ്പം ശരിക്കും നമ്മളുടെ മെന്ററായിട്ടുള്ള മനേസാറിനെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, സാറ് നടന്നു വന്ന വഴികളും എന്താണെന്ന്, സാറിനകത്ത് എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഇത്ര ഒരു സക്സസിലേക്ക് എത്തിയതും നമ്മൾ മുമ്പിൽ എന്ന് നമ്മുടെ മെന്ററായിട്ട് ഇരിക്കുന്നു. അപ്പം നമുക്കറിയാം ഓരോരുത്തരും വന്ന പാത എങ്ങനെയാണ് എന്താ. പക്ഷെ ഇത് മറ്റൊരാൾ കാണുമ്പോൾ എന്താണ് പറയുന്നത്, അയാൾ വേറെ എന്തോ രീതിയിലാണ്, ഇപ്പൊ പുതിയ പരിപാടിയാണ്, ഇങ്ങനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. പുറത്തുള്ളത് അറിയാവുന്നവർക്കറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, അദ്ദേഹം കുറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൂട്ടി വെച്ച് എല്ലാം അല്ലെ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയതാണത്. പക്ഷെ മാത്രമല്ല നമ്മൾ വളരെ എന്താണ് ഒരു ഫാമിലി മാനാണ്. പക്ഷെ നമുക്ക് അതായത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കുകയാണ് ഇങ്ങനെ, ആ ഒരു വിധി എഴുതുകയാണ് ഇങ്ങനെ, അങ്ങോട്ട് നമ്മളങ്ങ് എഴുതി നമ്മളങ്ങ് സമർത്ഥിക്കുകയാണ്. പക്ഷെ എന്താണ് ഈ വിധി എഴുതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി
നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ ജനിപ്പിക്കുകയാണ്, എനിക്ക് ഇതുപോലെയൊന്നും ആവാൻ കഴിയില്ല. കാരണം എന്താ, ഞാൻ സത്യസന്ധമായി കാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെ ഞാൻ നന്നായി കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് സമ്പന്നനായി ജീവിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ തന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്തോ നല്ലതെന്നുള്ളൊരു ചിന്ത വരികയാണ്. ഈ ഒരു തോട്ട് നമ്മുടെ തലച്ചോറിൽ ശക്തമായിട്ട് വരും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ വിധിക്കാതെ, അല്ലെ ജഡ്ജ്മെന്റൽ ഈഗോയ്ക്ക് നമ്മൾ സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാതെ, എന്താണ് ജഡ്ജ്മെന്റ്, അങ്ങനെയുള്ള മറ്റുള്ളവരെ വിധിക്കുന്ന ആ ഒരു സ്വഭാവം, അല്ലെ അതിനെ നമ്മൾ അതിജീവിക്കുക. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഓരോരോ ചിന്തകൾ വരാം, മറ്റുള്ളവരെ കുറ്റം പറയാം, മറ്റുള്ളവരെ വിധിക്കാം. ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഇന്നവരെ എന്തായിരുന്നോ ഇനി നമ്മൾ ഒരു ചേഞ്ച് നമുക്ക് അനിവാര്യമാണ്. എന്തിനാണ്, നമുക്ക് ബിസിനസ്സിലേക്ക് സക്സസ് ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അടുത്ത എന്ന് പറഞ്ഞാല് ഈഗോ എന്ന് പറഞ്ഞാല് എക്സ്ക്യൂസ് ഈഗോ. നമ്മൾ കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് എക്സ്ക്യൂസുകൾ, അല്ലെ. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോയ്ക്ക് പലപ്പോഴും അല്ലെ എപ്പോഴും തന്നെ എക്സ്ക്യൂസ് പറയാനാണ് താല്പര്യം. ഈ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു ഈഗോയാണ്. നമുക്ക് എല്ലാവർക്കും എന്ത് പറയാനാണ് താല്പര്യം? ഈ എക്സ്ക്യൂസ് പറയാനാണ്. അപ്പൊ എന്താണ്, നമുക്ക് ഉത്തരവാദിത്വങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. എന്തുകൊണ്ട് നമ്മൾ വൈകി എന്ന് ചോദിച്ചാൽ എക്സ്ക്യൂസ് അവിടെ നമ്മൾ കണ്ടെത്തി പറയത്തില്ലേ. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു പ്രോഗ്രാം വെച്ചേണ്ട താമസിയെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം എന്താണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കള്ളത്തരം പറയും. ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും, പിറ്റേ ദിവസത്തെ നമ്മൾ നേരത്തെ റെഡി ആകുന്നൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ എന്താണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് അവിടെ നുണ പറയുകയാണ്, ഒന്നുകിൽ വണ്ടി ലേറ്റ് ആയി അല്ലെങ്കിൽ ബ്ലോക്ക് ആയിരുന്നു, അല്ലേ. നമ്മൾ എന്താണ്, എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വെൽ പ്ലാൻഡ് ആയിട്ട് നുണ പറയുക, അല്ലെ കള്ളത്തരം പറയുകയാണ് ഈ എക്സ്ക്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് പറയുന്ന ഒരു കള്ളത്തരമാണ് എന്ത്, എക്സ്ക്യൂസ് എന്നത്. കാരണം വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. പരാജയപ്പെടുന്ന ആളുകൾക്ക് പറയാൻ 100 അല്ലെങ്കിൽ 1000കണക്കിന് എക്സ്ക്യൂസുകളുണ്ട്. നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, പരാജയപ്പെടുന്ന ആളുകൾക്ക് പറയാനായിട്ട് 1000കണക്കിന് എക്സ്ക്യൂസുകൾ കാണും. അപ്പം വെൽ പ്ലാൻഡ് ലൈ പറയണോ, വെൽ പ്ലാൻഡ് ആയിട്ട് നുണ പറയണോ, അതോ നമ്മുടെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമ്മളോട് പറയുന്ന കാര്യമാണ്, നമുക്ക് ടീം വേണം, ടീമിനോട് കമ്മിറ്റ്മെന്റ് വേണം. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലെ. വേറെ ആരെ കൊണ്ടും പറ്റില്ല. നമ്മളെ ചേഞ്ച് വെക്കണമെങ്കിൽ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം എക്സ്ക്യൂസ് ഈഗോയെ അതിജീവിക്കാതെ ഒരു വ്യക്തിക്കും സക്സസിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. ഒരു വ്യക്തിക്കും വിജയിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ സമ്പന്നനാകാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ക്യൂസ് പറയുന്ന ശീലം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ശീലത്തെ നമ്മൾ അതിജീവിക്കാൻ നമ്മളൊരു തീരുമാനം എടുക്കുക. നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. നമ്മൾ പതിയെ 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 നമ്മളിലുള്ള ഇങ്ങനെയുള്ള ഇത്തരം ഹാബിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. അനാവശ്യമായിട്ട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കില്ല, അല്ലേ. നമ്മൾ ചുമ്മാ എക്സ്ക്യൂസ് നമ്മൾ വേണം. നമ്മൾ തന്നെ വേറെ ഒന്നും എക്സാമ്പിൾ ഒന്നും എടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ അവനവനെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മൾ എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. അപ്പൊ അനാവശ്യമായിട്ട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മൾ ജീവിതത്തിൽ എന്താവത്തില്ല, വിജയം കണ്ടെത്തില്ല. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് സങ്കടം മാത്രമായിരിക്കും എപ്പോഴും നമുക്കുണ്ടാകുന്നത്. അപ്പൊ എക്സ്ക്യൂസ് ഈഗോയെ അതിജീവിക്കാനുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ് 4ാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം. അടുത്തത് അതർ പീപ്പിൾസ് ഒപ്പീനിയൻ ഈഗോ. ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ എന്ത് പറയും, അല്ലെ മറ്റുള്ള ആളുകൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അഭിപ്രായം, ഇങ്ങനെ ചെയ്താൽ അവരൊക്കെ എന്നെ മോശം പറയില്ലേ, അവർ എന്നോടല്ലേ എന്നെ എന്താണ് അവർക്ക് എന്നോട് പിണക്കം തോന്നത്തില്ലേ, ഇങ്ങനെ തുടങ്ങിയുള്ള മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിതം. ഇത് ശരിക്കും പറഞ്ഞ ഒരു തരത്തിലുള്ള ഈഗോ ആണെന്നേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പ്രൊഡക്റ്റ് കിട്ടി, അമേസിങ് റിസൾട്ട് ആയിരുന്നു ഒക്കെയാണ്. പക്ഷെ ആൾക്കാരോട് പറയാനൊരു ഭയങ്കരമായി അത് എന്നിലുള്ള ഒരു ഈഗോ ആണ്. മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, അവരെന്ത് പറയും, എന്താണ് അങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ട് ഞാനൊരു 6 മാസം കഴിഞ്ഞാണ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ
നമ്മളുടെയൊക്കെ ഈഗോ മാറ്റി വെച്ചില്ലെങ്കിൽ അത് ആർക്കും നഷ്ടമാണ്, നമുക്ക് തന്നെ. മറ്റുള്ളവർ എന്ത് വേണേ പറഞ്ഞോട്ടെ. ഇത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് ആർക്കും നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യം നേടാനില്ല. നമ്മൾ നമ്മളെ തന്നെ നോക്കുക, എന്താണ് നമുക്ക് ചെയ്യാൻ തോന്നുന്നത് നമ്മളത് ചെയ്യാൻ തയ്യാറാവണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഈഗോ, അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. നമുക്ക് മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിരുന്നാൽ മറ്റുള്ള ആളുകളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വല്ലതും നേടാൻ പറ്റുമോ? അല്ലെ അവരെ സന്തോഷിപ്പിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ, അല്ലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ സന്തോഷിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ഒരു വ്യക്തിയും ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടില്ല. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടൊന്നും നടക്കുന്ന ഒരു വ്യക്തിക്കും ലൈഫിൽ ഒന്നും എവിടെയും ഒന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ വ്യക്തികൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും ആ തീരുമാനങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നേടിയെടുക്കുന്നതിന് മുന്നോട്ട് ശക്തമായി പോവുകയും ചെയ്യുന്ന ഒരുപാട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്ത വ്യക്തികൾക്കാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളും സമ്പന്നരായിട്ടുള്ള വ്യക്തികളും ഒക്കെ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കിയാലറിയാം. ഇങ്ങനെ ശരിക്ക് സക്സസിലേക്ക് എത്തിച്ചേർന്ന പല വ്യക്തികളും പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് സക്സസിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കും അതർ പീപ്പിൾസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരെ പ്ലസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ആ ഒരു ഒപ്പീനിയൻ നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ഈഗോ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ. മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ വേണ്ടത്ര ഫലപ്രദമാക്കാതെ മുന്നോട്ട് പോകുന്ന രീതി നമുക്ക് അവസാനിപ്പിക്കണമെന്ന്. നമ്മൾ ആരെന്ത് വേണം വിചാരിച്ചോട്ടെ, മനസ്സാരപ്പോഴും പറഞ്ഞത് നമ്മള് നാണം മാറ്റി വെക്കുക, നമ്മളോട്ടെ ഇറങ്ങുക. നമ്മളിവിടെ എല്ലാവരും എന്തിനു വന്നതാണ്? ചുമ്മാ കഥ കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് പോകുമല്ലോ. നമ്മൾ ഇറങ്ങുക, ഫീൽഡിൽ പോകുക, ആരോടും പറയാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. എല്ലാവരിലേക്കും മറ്റുള്ളവർ എന്നെ വിചാരിച്ചിട്ട് എന്നെ എന്തെല്ലാം പറഞ്ഞു, എൻ്റെ അവൾ ഇത്ര നാളും സ്കൂളിൽ അടുത്ത പരിപാടികളുണ്ട്, നമ്മളത് കേട്ടോണ്ടില്ല. അവര് കേട്ട് അതങ്ങ് പറഞ്ഞ അവരുടെ വഴിക്ക് പോകും. അത് അങ്ങനെയുള്ള ലോകം അങ്ങനെയാണ്. നമ്മളത് ചിന്തിച്ചുകൊണ്ടിരുന്ന അവരെന്നാ വിചാരിക്കുന്നത്, ഞാൻ ഇറങ്ങാതിരുന്നാൽ എനിക്ക് എന്തെങ്കിലും ഇവിടെ നേടാൻ പറ്റുമോ? നമ്മൾ അതൊക്കെ മാറ്റി വെക്കുക, നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കുക. ഈ ഒരു അതർ പീപ്പിൾ ഒപ്പീനിയൻ ഈഗോ എന്നുള്ള ഒരു ഈഗോ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ മാറ്റിവെക്കുക. നമ്മളുടെ തീരുമാനം ഏതാണ് ശരിയെന്ന് തോന്നുന്നു നമ്മൾ മുന്നോട്ടേക്ക് പോവുക. അടുത്ത ഈഗോ എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് യുവർ സെൽഫ് ഈഗോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം, മനസ്സിലായത്? ഇതൊരു തരത്തിലുള്ള ഈഗോയാണ്. ഞാൻ തന്നെ ചെയ്താലും എല്ലാം ശരിയാകും. അത് ചിലർക്കറിയാം, ഐഡിയ അടിക്കാൻ അവരെ കൊടുത്ത് അവർ തെറ്റിച്ച് കളയുമായിരിക്കും. അത് ഞാൻ തന്നെ ചെയ്തേക്കാം. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, അതൊരു മറ്റുള്ളവരെ കൊടുത്തേക്കാം, ഞാൻ തന്നെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ, അല്ലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രമേ അറിയാവൂ, എനിക്ക് ചെയ്യാൻ കഴിയൂ. ഇതൊക്കെ ഒരു ഈഗോയാണെന്ന് മനസ്സിലല്ലേ? ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഭംഗിയായി ചെയ്യാൻ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്, അല്ലെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരിലുണ്ട്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവരിൽ വിശ്വാസം അർപ്പിച്ച് അവരെ അത് ഏൽപ്പിക്കുന്ന വഴിയാണ് അവർ അത് ഭംഗിയായിട്ട് ആ കാര്യം നമുക്ക് ചെയ്തു തരുന്നത്. അതേസമയം ഇത് അയാൾ തന്നെ ചെയ്താൽ എന്തായി, നമ്മൾ പറയാം അയാൾ ചെയ്താൽ ശരിയാകത്തില്ല, അല്ലെ ഞാൻ തന്നെ ചെയ്താലേ അത് ശരിയാവും. ഇങ്ങനെ അടിയുറച്ച് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഈഗോ നമ്മൾ വർക്കൗട്ട് ആകാൻ തുടങ്ങി. ഇങ്ങനൊരു ഈഗോ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ ഒന്നും ഏൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ് തന്നെ എടുത്തോ, ഐഡി ക്രിയേഷൻ, ഏറ്റവും കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുകയാണ്. എന്തായിരിക്കും അവസ്ഥ? എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് എവിടെയാണോ കഴിവുള്ളത് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളത്, നമുക്ക് എവിടെയാണോ കോമ്പിറ്റൻസി ഉള്ളത് അവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയണമെന്നില്ലെന്ന്. ഈ ഒരു സെക്ഷൻ മാത്രമല്ല, ഇതിനകത്ത് പല പല കാര്യങ്ങളും നമ്മൾ ലീഡേഴ്സ് കൈകാര്യം ചെയ്യണം. അപ്പം വരുന്ന ഓരോരുത്തരെയും കൊച്ചു കാര്യങ്ങൾ ഏൽപ്പിച്ച് അവരെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചിടണം. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിപ്പിടിഞ്ഞു വെച്ചാൽ ആര് മടുക്കും? നമ്മൾ മടുക്കും. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു തരത്തിലുള്ള ഈഗോയാണെന്ന്. ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, അവർ ചെയ്താൽ തെറ്റിപ്പോകും.
സമാധാനത്തോടെ അടുത്തിരിക്കുകയും ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് അവരെ പറഞ്ഞു വിടുക. അപ്പം സക്സസ്ഫുൾ ആകണമെങ്കിൽ കൃത്യമായ ഫോക്കസ്, ആ ഫോക്കസിനോട് ഒപ്പം തന്നെ കമ്മിറ്റ്മെന്റും നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കമ്മിറ്റ്മെന്റ് കാണിക്കുമ്പോൾ ഫോക്കസ് അവിടെ ചെറുതായി മാറുകയാണ്. ഇപ്പൊ ഞാൻ എന്നൊരു വ്യക്തി എടുക്കാം, ഞാൻ കുറെ സെയിൽ നടത്തി ഈ കൊണ്ടുവരുന്ന 10-15 ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ആ ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. ഐഡന്റിഫിക്കേഷൻ, ഫണ്ട് ട്രാൻസ്ഫർ, അവരുടേതായിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താൽ ഞാൻ ഇതിനകത്ത് ഒതുങ്ങിക്കൂടും. ഈ ഒരു കാര്യങ്ങളുമായിട്ട് ഇരിക്കും. നമ്മൾ എന്ത് ചെയ്യാ, ആസ് എ ലീഡർ നമ്മൾ പെർഫോമർ ആകണം. നമ്മൾ പല പല തലങ്ങളിലേക്ക് ഉയരണം. നമ്മുടെ കൂടെയുള്ളവരെയും ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ എടുത്തെങ്കിലും ഇവിടെ നമ്മൾ എന്തിനാ വന്നത്, വിജയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ അപ്ലൈ ലീഡേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവർ വെറുതെ പറയുന്നതല്ല, നമ്മളോട് സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം അവരങ്ങനെ പറയും ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എവിടെ ഒന്നും നേടാൻ നമുക്ക് കഴിയാൻ ഉറപ്പായിട്ട് പറയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫോക്കസ് അവിടെ ചെറുതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ നമുക്ക് എന്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺവേർട്ട് ആകാൻ പറ്റില്ല. നമുക്കിപ്പോ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരികയാണ്. അപ്പൊ നമ്മള് മിടുക്കനായിട്ടുള്ള അല്ലെ കാര്യങ്ങൾ ചെയ്യാതെ, നമുക്ക് അത്ര മിടുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമ്മൾ ഇറങ്ങി തിരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ളൊരു മനസ്സാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്നുള്ള ആ ഒരു ഈഗോ ഉണ്ടെങ്കിൽ അത് ഭയങ്കര അപകടകാരിയാണ്. നമ്മൾ മനസ്സിലാക്കിയാലും ശരി. ഇവിടെ സക്സസ് ആകണമെങ്കിൽ മറ്റുള്ളവരെ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ എല്ലാം ചെയ്താലേ മതിയാവും അല്ലെ ശരിയാവൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയാം. നമ്മൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ എല്ലാത്തരം ഈഗോകളൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ, ഇത് കുറച്ച് ഷോർട്ടായിട്ടാണ്, പല പല വേർഷൻസ് ഉണ്ട് ഈഗോയുടെ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഈഗോസ് ഒക്കെ ഒന്ന് എടുത്തു മാറ്റി ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് ചെയ്യുക. അല്ലെ എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയണം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറാനായിട്ടൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാകുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പറഞ്ഞ ഈ 6 ഈഗോയാണ് ഒരു വ്യക്തിക്ക് സമ്പന്നതയിലേക്കുള്ള യാത്രയിൽ ഒരു വ്യക്തിയെ പിറകോട്ട് വലിക്കുന്ന കാര്യം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ഈഗോസ് ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. നമ്മളെ ഇത്തരത്തിലുള്ള കുറച്ച് ഈഗോസുകളൊക്കെ മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് നമുക്ക് വിജയത്തിലേക്കുള്ള പാതയെ നമുക്ക് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള 6 ഈഗോയെ നമ്മൾ അതിജീവിക്കാൻ തയ്യാറായേ നമ്മൾ മതിയാകത്തുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും ഇവിടെ ലക്ഷ്യം ഉണ്ട്. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ രാവിലെ മോർണിംഗിൽ ഇത്രയും നേരം നമ്മൾ ലേഡീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ ജോലി ഉള്ള ഒരു ടൈമാണ് എങ്കിൽ പോലും നമ്മൾ ഇവിടെ എല്ലാവരും എന്തിനു വന്നാണ് ഒരു സക്സസ് അല്ലെ, നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കണം അല്ലെ. ഇത്രയും നാളും നമ്മളെ കളിയാക്കിയവരുണ്ടാകും, പരിഹസിച്ചവരുണ്ടായിരിക്കാം, നമ്മളെ താഴ്ത്തിക്കെട്ടിയവരുണ്ടായിരിക്കാം. അവരുടെ മുമ്പിൽ ഒന്ന് വിജയിച്ച് കാണിക്കാനുള്ള ഒരു അവസരം ദൈവം തമ്പുരാനായിട്ടുണ്ട്. നമ്മുടെ ആരുടെയും കഴിവും എടുക്കുമല്ല, ദൈവം തമ്പുരാനായിട്ടൊരു അവസരം നമുക്ക് കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ അവസരത്തെ മുറുകെ പിടിക്കുക. മറ്റുള്ളവർ എന്ത് നമ്മൾ എല്ലാ ചിന്തകളും മാറ്റി വെക്കുക. നമ്മളൊരു ഓപ്പൺ മൈൻഡോടെ, നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് തെറ്റുകൾ വരാം, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇനി മുന്നോട്ട് ഇന്നലെ വരെ അല്ലെ ഇന്ന് രാവിലെ വരെ എന്ത് നടന്നോ അത് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം അടുത്ത മൊമെന്റിൽ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുക. ഞാൻ പറയുന്നത് ഞാനടക്കം നമ്മളെല്ലാവർക്കും നമുക്ക് നെഗറ്റീവ് കൊണ്ട് പോസിറ്റീവ്, നമ്മൾ ആ നെഗറ്റീവിടെ കണ്ടെത്തി നമ്മൾ ആരെങ്കിലും പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊന്ന് ഉൾക്കൊള്ളാനായിട്ട് നമ്മളൊരു വിനയമുള്ള വ്യക്തികളായിട്ട് മാറുക. ഈ ഒരു പ്രൊഫഷനിൽ മാത്രം കണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്, നമുക്ക് ക്ഷമ പഠിക്കാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ മാറ്റുക, നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുക, നമ്മൾ കുറെ കറക്ഷൻസ് വരുത്തുക. നമ്മൾ പെട്ടെന്ന് നമ്മൾ എടുത്ത് ആടി ഒരു ദേഷ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ എന്താ പറയുക നമുക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഇത് കേൾക്കുന്ന വ്യക്തിക്കാണ് അത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും ഞാൻ ഇടക്കമുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകുക. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ ഇത്രയും ടൈം നമ്മൾ ഇന്ന് വരെ എന്തായിരുന്നോ അതൊന്നും മാറ്റിപ്പിടിക്കുക. എല്ലാ കാര്യത്തിലും നമ്മൾ സ്വഭാവം അതിനൊരു ക്ഷമ വേണം, പേഷ്യൻസ് വേണം, നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ വരുമ്പോൾ പറയാൻ ദേഷ്യപ്പെട്ട് വരുമ്പോഴത്തേക്കും നമ്മളത് കൺട്രോൾ ചെയ്യുക. നമ്മൾ ഓരോ തരത്തിലുള്ള
ഈഗോസ് നമ്മളിലേക്ക് മുളകൂട്ടി വരാതിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നല്ലൊരു വിജയത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. വെരി ഗുഡ് മിനി മാഡം. മിനി മാഡത്തിന്റെ ഇന്നത്തെ ടോപ്പിക് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരു ഇൻസ്പിറേഷൻ തരും. കാരണം മനുഷ്യൻ എന്ന ജീവി അനുഭവിക്കുന്ന ഏറ്റവും തടസ്സങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് പരാജയം. ഈ പരാജയം മനുഷ്യൻ സംഭവിക്കുന്നത് EGO എന്ന ഈ ഒരു 3 വാക്കുകൾ, ആ EGO എന്ന 3 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കാൻ സാധിച്ചാൽ, പരാജയം എന്നുള്ള വാക്കിന്റെ പര അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ജയം നമുക്കൊപ്പമാണ്. ജയം നമുക്കൊപ്പം വരുന്നൊരു ദിവസം നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഈഗോസ് കിൽസ് അവർ ലൈഫ്, കിൽസ് അവർ ബിസിനസ് എന്നുള്ള വലിയൊരു മെസ്സേജ് 6 ഇക്വേഷനിലൂടെ വളരെ വിശദമായി, വളരെ സിമ്പിളായി നമ്മുടെ മുമ്പിൽ പ്രതിപാദിച്ച കോട്ടയത്തിന്റെ അയൺ ലേഡി പ്രിയപ്പെട്ട മിനി മാഡത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. അടുത്ത നമ്മുടെ പ്രോഗ്രാം അതിന്റെ കൺക്ലൂഡിംഗ് സെഷനിലേക്കും പോവുകയാണ്. കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള കേരള ബയോടൂറിൻ ടീമിന്റെ കേരളത്തിലെ അമരക്കാരൻ, ഈ ഒരു പ്രൊജക്ട് കയ്യിൽ കിട്ടി 10 മാസം കൊണ്ട് 1 CR അച്ചീവർ എന്നുള്ള വലിയ ബഹുമതി ആദ്യമായി ഈ ഒരു പ്രൊജക്റ്റിൽ കേരളത്തിൽ നേടിയ കേരളത്തിന്റെ ഗ്രേറ്റ് ലീഡർ. അദ്ദേഹത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിവരില്ല. കാരണം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സറിയാൻ സാധിക്കും. ഒരു മനുഷ്യൻ എത്രമാത്രം സിമ്പിളായി ഈഗോ ഇല്ലാതെ ആളുകളോട് ഇടപെടാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള പ്രിയപ്പെട്ട മനോജ് സാർ. തമ്പുരാൻ ഇന്ന് ഈ ഒരു പ്രൊജക്ട് കേരളത്തിൽ നയിക്കാൻ നിയോഗിച്ച ദൈവപുത്രനായ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ. അടുക്കുംതോറും അദ്ദേഹത്തോടുള്ള ഇഷ്ടവും സ്നേഹവും വിശ്വാസവും നമ്മളിൽ കൂടുതൽ വർദ്ധിക്കുകയാണ്. നമുക്ക് നല്ലൊരു മോട്ടിവേറ്ററാണ്, നമുക്ക് നല്ലൊരു ഗൈഡ് ലൈൻ തന്നുകൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മനോജ് സാർ. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ അനസ്യൂതം നിർഗളിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. ഒരു ടോപ്പിക്കിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ഡീവിയേറ്റ് ചെയ്ത് പല വഴിക്ക് പോയാലും അവസാനം ആ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ അഗാധമായ പ്രാവീണ്യം പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. എത്രയും സിമ്പിളായിട്ടാണ് ഒരു വ്യക്തി സംസാരിക്കുന്നത്. എന്റെ മുൻ സുഹൃത്തുക്കളെ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ മാസ്റ്റർ പീസ് ഡയലോഗ് തന്നെ, ആ വാക്കുകൾ തന്നെ നമ്മുടെയൊക്കെ ഹൃദയം തുളച്ചു കയറി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നമ്മളെ ഒരു സുഹൃത്തായി, സഹോദരനായി കൂടെ കൂട്ടുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മനോഭാവം, അത് നമുക്കെല്ലാം വിജയിക്കാൻ വലിയൊരു മുതൽക്കൂട്ടാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാനും ഒപ്പം നമ്മുടെ പുതിയ അപ്ഡേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ, കാരണം ബയോടൂറിയം എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു MLM ബിസിനസ് അനുദിനം അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ബയോടൂറിയം. അപ്ഡേഷൻസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ്, ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കൺക്ലൂഡ് സെഷനിൽ നമ്മുടെ പുതിയ അപ്ഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഗ്രേറ്റ് ലീഡറായിട്ടുള്ള പ്രിയപ്പെട്ട മനോജ് സാറിനെ, ബയോടൂറിന്റെ അഭിമാനത്തെ, ബയോടൂറിന്റെ കേരള ബയോടൂർ ടീമിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മനോജ് സാറിനെ ഏറ്റവും സാദരപൂർവ്വം പ്രിയപ്പെട്ട എല്ലാവരുടെയും അനുവാദത്തോടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ജയമാൻ സാർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുക. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ഈ 6 AM ക്ലബില് എന്താ പറയാ, അതിന്റെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പത്തരമാറ്റ തങ്കം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ തിളങ്ങുന്ന തങ്കങ്ങള് ഒത്തിരി പേര് കർട്ടന്റെ പുറകിലുണ്ട്. അവരെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുപോലെ രാവിലെ വന്നിട്ട് നമ്മുടെ ടീമിനെ നയിക്കാനുള്ള ആവേശവും ഊർജവും നോളജും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന്. എന്തായാലും ഈ പ്രോഗ്രാം അവതരിപ്പിച്ച, നമ്മളോട് ഇത്രയും നേരം സംബന്ധിച്ച നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, അധികം വൈകാതെ തന്നെ കോടീശ്വരിയായി മാറാൻ വേണ്ടി പോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മളെല്ലാം ആദരിക്കുന്ന സ്നേഹിക്കുന്ന കോട്ടയത്തിന്റെ ഓമനപുത്രിയായ
നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മിനി മേഡമാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. എല്ലാവർക്കും മനസ്സിലായിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികളെ, ടീച്ചറാണ് മാഡം, കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ വളരെ അക്ഷര സ്ഫുടതയോട് കൂടിയിട്ട് അല്ലെ, വളരെ കൃത്യതയോട് കൂടിയിട്ട് അല്ലെ, ആ ലാംഗ്വേജ് സ്കില്ലൊക്കെ നിങ്ങൾ നോക്കണം. നമ്മൾ സംസാരിക്കും പോലെയല്ല, ടീച്ചറായ ബൈ എക്സ്പീരിയൻസ് ആണ്. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. ബിഗ് കൺഗ്രാജുലേഷൻ മിനി മാഡം. മിനി മാഡത്തിന്റെ ടീമിനെ മാത്രമല്ല, ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ഒറ്റ കുടക്കീഴിൽ ഇവിടെ ടീമൊന്നും ഇല്ലാതെ എല്ലാവരും വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു ടീമിൽ വരണ്ടേ അല്ലെ? അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ 6am ക്ലബ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം. നിങ്ങളുടെ ടീമിന്റെ പ്രോഗ്രാം കാണും, അതിലും പങ്കെടുക്കേണ്ടതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ കഴിവുള്ള ആളുകൾ മൊത്തത്തിൽ കോമൺ ആയിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റില്ല, PPT ഷെയർ ചെയ്യാൻ പറ്റില്ല. അവരെല്ലാം ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ആ ചൈതന്യത്തെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നോളജ് ഇന്നത്തെ പ്രോഗ്രാമിൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഇനിയും കഴിവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവരെന്നെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ലീഡേഴ്സിനെ വിളിക്കുക. എല്ലാവർക്കും ഇവിടെ അവസരം തരും. അതാണ് എന്റെ പോളിസി എന്ന് പറയുന്നത്. കഴിവുള്ള ആളുകളെ മുഴുവൻ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഓരോ പ്രോഗ്രാം സെന്ററിലും അതാത് പ്രദേശത്തെ ആളുകളെ തന്നെ MC-യും അതുപോലെ തന്നെ BOP കൈകാര്യം ചെയ്യാനും NDOP ചെയ്യാനും പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ലീഡേഴ്സിനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ ടീം വളരുള്ളൂ എന്നുള്ളതാണ്. ലീഡേഴ്സിനെ അടിച്ചൊതുക്കലല്ല, എനിക്ക് മാത്രമേ കഴിവുള്ളൂ. അതാണ് ഇവിടെ ഒരു ഈഗോയിൽ പറഞ്ഞത് വേണം അല്ലെ. 5 types of egos ഇവിടെ സംസാരിക്കും. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം അഹങ്കാരമാണ്. മനസ്സിലായ? ചില ആളെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അല്ലേ, ഒരു തരം അഹങ്കാരം അല്ലെ, മുഖത്തിങ്ങനെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ആളുകൾ, അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവം എന്നൊക്കെ പറയും. അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ നമ്മൾ അങ്ങോട്ട് മാറിപ്പോകും അല്ലെ. നേരെ മറിച്ച് നിങ്ങളൊരു സ്വാത്വികമായിട്ട് വളരെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ആളുകളോട് പെരുമാറുമ്പോൾ നിങ്ങളെ ആകർഷിക്കാനും നിങ്ങളായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഹൃദയം തുറന്ന് സംസാരിക്കാനും ഒരു സഹോദരനെ പോലെ ഒരു സഹോദരിയെ പോലെ അല്ലെ അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബിസിനസ് അല്ല ഈ ജീവിതം തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ വിനയാനീതനായി മാറുക എന്നുള്ള, അതാണ് ടീച്ചർ ഇവിടെ പറഞ്ഞത്, വിനിമയുടെ ഇവിടെ പറഞ്ഞത്. അതിൽ വാഴക്കുലയെ കുറിച്ച് പറഞ്ഞു. നല്ലൊരു എക്സാമ്പിൾ ആണ് അതല്ലേ. വാഴക്കുല നിറയെ കായുണ്ടെങ്കിൽ അതിങ്ങനെ ഒടിഞ്ഞ് ഇപ്പൊ വീഴും നമ്മൾ പറയും, പക്ഷെ വീഴാറുണ്ടോ? അതിങ്ങനെ നിൽക്കും. ആ വിനയം അല്ലെ. ഒരു നല്ല മാവ് നിറയെ മാമ്പഴം ഉണ്ടെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ അതിന്റെ ചില്ലകൾ ഇങ്ങനെ താഴ്ന്നു വരും അല്ലെ. എപ്പോഴും നമ്മൾ എളിമയുള്ളവനായി മാറുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. ബയോട്ടോറിയത്തിലല്ല പറയുന്നത്, ജീവിത വിജയത്തിൽ. അപ്പൊ നമ്മളെ ദൈവം കൈപിടിച്ച് ഇങ്ങനെ ഉയർത്തും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആദ്യം വേണ്ടത് വിനയനെതിനായിട്ട് അഹങ്കാരമൊക്കെ വിട്ടുകൊണ്ട് അല്ലെ, എല്ലാവരും നമ്മളെ പോലുള്ള ദൈവപുത്രന്മാരാണെന്നുള്ള ഒരു സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവരെയും നമ്മൾ മദർ തെരേസയൊക്കെ ചേർത്ത് പിടിച്ചതുപോലെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് നമ്മളെ വിജയം. എല്ലാവരെയും സമഭാവനയോടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അവിടെ നമ്മളെ വിജയം തുടങ്ങുകയാണ്. നേരെ മറിച്ച് ഞാൻ വലിയ എന്തോ സംഭവമാണ്, ഞാൻ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഇതൊന്നും എന്നോട് പറയേണ്ടതൊക്കെ എനിക്ക് അറിയാം, ഇങ്ങനെയുള്ള ചില ഭാവങ്ങളുള്ള ആളുകളുണ്ട്. നിങ്ങൾ പുതിയ ഒരാളെ ചെന്ന് കണ്ടു നോക്കിയേ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളല്ല, ഞാൻ കുറെ കമ്പനി ചെയ്തതാണ്, ഇതൊന്നും പോസിബിൾ അല്ല, ഇതൊക്കെ ഇങ്ങനെയാണ് പല കുറ്റപ്പെടുത്തിക്കൊണ്ട് അയാൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുക. എനിക്കും അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനവൻ ഇങ്ങനെ പുകഴ്ത്തി വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നടക്കുന്ന ആൾ അവരൊന്നും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല കേട്ടോ, ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. നമ്മളെ കോട്ടയംകാരനായ KR നാരായണൻ സാർ ഇല്ലേ, നമ്മുടെ അഭിമാനമാണ് ഇല്ലേ, ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ നോക്കണം. തൊട്ടടുത്ത് തമിഴ്നാട് സംസ്ഥാനത്തിലെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പഠിച്ചു നോക്കണം ഇല്ലേ. ഇവരെല്ലാം വന്നത് വെറും താഴെത്തട്ടിൽ നിന്നാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത കഥ ഇല്ലേ നമ്മുടെ KR നാരായണൻ സാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കൂടെ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് വെറുതെ വിളിച്ചുപോയി. ക്ലാസ്സിൽ പോകുമ്പോൾ കൊടുക്കാൻ ട്രൗസർ ഇല്ല, ഷർട്ടില്ല, ഒന്നുമില്ല, കീറിപ്പറഞ്ഞ ഭക്ഷണവും ഇല്ല മര്യാദക്ക്. അപ്പൊ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് ചെന്നപ്പോഴേ അല്ലെ, വലിയ വീടാണ്, ഇദ്ദേഹം താമസിക്കുന്ന ഓലപ്പരയിലാണ്, മഴ പെയ്താൽ വെള്ളമൊക്കെ അകത്ത് വീഴുന്നത്. അവിടെ ചെന്നപ്പോ വലിയൊരു പട്ടിക്കൂടാണ് കണ്ടത്. ആ പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കണ്ടു അല്ലെ, നിറയെ ഇറച്ചിയൊക്കെ കൊടുത്തിട്ട് പട്ടി ഇങ്ങനെ കടിച്ചു വലിക്കുക. അതുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നത്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിന്ന് വെള്ളം വീഴുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ.
അല്ലെ? ഈ പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം അല്ലേ, ഒരു കഷ്ണം ഇറച്ചി തിന്നണമെങ്കിൽ ആ കാലത്തൊക്കെ ആലോചിച്ച് നോക്കണം, നടക്കില്ല അത്. അപ്പൊ അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ ഒരു പട്ടിയായിട്ട് എനിക്ക് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം കുട്ടികളുടെ വിഷമം നമുക്കറിയാം. അവർക്ക് ആഹാരം നിറയെ കൊടുക്കണം. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും അവരിഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു അച്ഛനും അമ്മക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദുഃഖം നിസ്സാരമല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവിടെ നിന്നാണ്, ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം വളർന്നു വന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കണം നമ്മൾ. മനസ്സിലായി? അവിടെ നിന്നാണ് താഴ്മയൊക്കെ പഠിക്കുന്നത് നമ്മൾ. ഈ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ താഴ്ന്നു പഠിക്കുന്നത്. പലരും അഹങ്കാരികളായിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ വളരാതെയാണ്. ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകൾ ഉണ്ടാകണം, അവരെ ദൈവം പഠിപ്പിക്കും സ്വാഭാവികമായിട്ടും. ഇതൊന്നും ഇല്ലാത്ത ആൾ. പിന്നെ ചില ആളുകളുണ്ട് അല്ലെ, അല്പനെ എന്താ പറയാ, അർദ്ധരാത്രിക്കും കുട പിടിക്കുന്നത് അല്ലെ. അല്പനെ രാജ്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുന്ന പറയുന്നത് എന്തോ സംഭവമാണ്, ഞാൻ വലിയ പുൽപ്പുലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. വലിയ പുലിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് തുള്ളി പറഞ്ഞ് ചാടിക്കളിക്കുന്ന ചില അഹങ്കാരികളുണ്ട്. മനസ്സിലായ? കുറച്ച് എന്തൊക്കെയോ വരുമ്പോഴേക്ക് എന്തൊക്കെയോ സംഭവിച്ചു. ഒന്നുമല്ല എന്റെ പോലെ. ഇവിടെ 1 കോടിയോ 5 കോടിയോ 100 കോടിയോ ഒന്നും അല്ല അല്ലെ. അദാനി അംബാനിയുടെ മുമ്പിൽ എന്താ 3 കോടിയും കൊണ്ട് പറഞ്ഞ പിച്ചക്കാശാണ് അതൊക്കെ അല്ലെ. അതുകൊണ്ട് ഇവിടെ ഒന്നും അല്ലത്. നമുക്ക് 300, 3000, 30,000, 3 ലക്ഷം കോടിയും ഒക്കെ നേടാനുള്ള അവസരം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന്. അപ്പൊ വളരെ വിനയത്തോടു കൂടി പോകാൻ വേണ്ടി നമ്മൾ ഈ അഹങ്കാരം എന്ന് പറയുന്ന ഈഗോ എന്ന് പറയുന്ന ഭാവം നമ്മൾ എടുത്ത് പറിച്ചു കളയണം. നമ്മുടെ യൂനിസ് ഭായി പറയുന്നതൊക്കെ നാണത്തിന്റെ ഞരമ്പ് മുറിക്കും പോലെ ഈഗോയുടെ ഞരമ്പ് ഇപ്പൊ തന്നെ വീട്ടിൽ പരിപാടി കഴിഞ്ഞ ഉടനെ ഭാര്യനെ അടുത്തേക്ക് വിളിച്ചു നിർത്തുക. ഭാര്യമാര് ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ച് അത് ഞെക്കി കൊല്ലാൻ പറഞ്ഞാൽ മതി കേട്ടാ. ഈഗോ എന്ന് പറഞ്ഞ സൈലന്റ് കില്ലറാണ്. നമ്മൾ അറിയാതെ നമ്മളെ നശിപ്പിക്കുന്ന ഒരു കില്ലറാണ്, സൈലന്റ് കില്ലറാണ് ഈഗോ എന്ന് പറയുന്നത്. ഒരു ക്യാൻസർ ആണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? ഈഗോ ഈസ് എ സൈലന്റ് കില്ലർ. നമ്മളെ കൊല്ലും, അത് നശിപ്പിക്കും. അതുകൊണ്ട് ആരെവിടെ കണ്ടാലും ചിരിക്കുക. ഒരാളും ഇങ്ങനെ അങ്ങോട്ട് പോകും, അത് നമ്മുടെ ടീമൊന്നുമല്ലോ, പിന്നെന്തിനാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അയാൾക്ക് ഇന്നലെ ഫാമിലി ബോണസ് അടിച്ചിട്ടുണ്ട്, അയാൾ സീലിംഗ് മൈൻഡ് ചെയ്യണ്ട അയാളെ അല്ലെ. അങ്ങനെയല്ല, നമ്മളെല്ലാം ഒറ്റ ടീമാണെന്ന് ഇവിടെ. ബയോടൂറിയത്തിന്റെ അല്ലെ ബ്രാൻഡ് അംബാസിഡർ ആണ് അവർ. ഇന്ന് സീലിംഗ് അടിച്ചിട്ട് നമ്മൾ നാളെ ഡബിൾ സീലിംഗ് അടിക്കുന്നു. ക്ലിയർ ആയ? അവർക്കിപ്പോ 1 ലക്ഷം കിട്ടി, എനിക്കിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, തുടങ്ങിയാൽ മതി. ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ് വരുമാനം. 100 PV വെച്ചാൽ 6,820 രൂപ എനിക്കും കിട്ടുള്ളൂ. മിനി മേഡത്തിന് അത്രേ കിട്ടുള്ളൂ അല്ലേ. സാഫിയ മേഡത്തിന് അത്രേ ഉള്ളൂ അല്ല, ഗീതാ മേഡത്തിന് അത്രേ കിട്ടുള്ളൂ അല്ലേ. അല്ലാണ്ട് കൂടുതലൊന്നുമില്ല. ഞാൻ മുകളിൽ നിൽക്കുന്ന ലീഡർ ആണ്. മനോജ് സാറിന് കമ്പനി MD ആയിരിക്കാം. മനോജിന് നമുക്ക് 2 ഡബിൾ കൊടുത്തേക്കാം. 6,820 പകരം ഒരു 12, 13, 13, 14 കൊടുത്തേക്കാം, അല്ലെങ്കിൽ 15 കൊടുത്തേക്കാന്ന് കമ്പനി വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ബോട്ടം ലെവലിൽ നിന്നാണ് എല്ലാവരും തുടങ്ങിയത്. എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്ന നമ്മുടെ ശശി സാർ വന്ന സമയത്ത് ഏകദേശം 7 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ തുടങ്ങുകയാണ്. പക്ഷെ തുടങ്ങി മുന്നോട്ട് പോയപ്പോ അതൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് അല്ലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കൂടുകൂട്ടാൻ വേണ്ടി സാധിക്കും. ചില ആളുകളുടെ പേര് പറയുമ്പോൾ തന്നെ പറയും, ഓ സോറി എന്ന് പറയും ഇല്ലേ. അപ്പൊ നമ്മൾ അറിയാതെ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൂടുകൂട്ടാൻ വേണ്ടി സാധിക്കണം. അത് ഈഗോ ഇല്ലാത്തവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ് ഈഗോ എന്ന് പറയുന്നത്. സൈലന്റ് കില്ലർ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത് എല്ലാവരും വിട്ടുകളയാ അല്ലെ. അങ്ങോട്ട് വിട്ടുക അല്ലെ. ഈഗോ എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്. ഇവിടെ നമ്മുടെ ഇമാൻ സാർ സൂചിപ്പിച്ചു. ആ 3 അക്ഷരത്തില് അല്ലെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഗോ യുവർ വേ അല്ലെ. നിങ്ങളുടെ വഴി എന്താണെന്ന് വെച്ചാൽ ആ വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. കാണുന്നവരോടെല്ലാം ചിരിക്കുക, ചേർത്ത് പിടിക്കുക, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക അല്ലെ, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ചില ആളുകളുണ്ടല്ലോ ഇവിടെ പറഞ്ഞു പലതരം ഈഗോസിൽ നെഗറ്റീവ് ടോക്കിംഗ്. മറ്റുള്ളവരെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം, നെഗറ്റീവ് സംസാരിച്ചോണ്ടിരിക്കും. ഇത് ശരിയല്ല, അത് ശരിയല്ല, മറ്റത് ശരിയല്ല, എന്റെ ടീം ശരിയല്ല, എന്റെ അപ്ലൈൻ ശരിയല്ല, ഇവര് ശരിയല്ല. ഈ നെഗറ്റീവ് ടോക്ക് ഒരിക്കലും നമ്മുടെ ഇടയിൽ നിന്ന് വരാൻ വേണ്ടി പാടില്ല. എന്നിട്ടോ ഇയാൾ നല്ല ബിസിനസ്സും ചെയ്യും. മനസ്സിലായ? മറ്റൊരു ടീമിനോടാ പറയാ, ഈ അവിടെ ഒന്നും കേറുന്നില്ല, അവിടെ കച്ചവടം നടക്കുന്നില്ല എന്ന് വെറുതെ പറഞ്ഞാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല പറയും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നവരോ ഇവിടെ കച്ചവടം ചെയ്യും, ഫാമിലി ബോണസും പഠിക്കുകയും ചെയ്യും, മെല്ലെ മെല്ലെ കുത്തിയും. മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഈഗോ ഉണ്ട്. നെഗറ്റീവ് ആക്കുക, മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കുക, പറഞ്ഞു. അതൊരു വേറെ ടൈപ്പ് ഈഗോ ആണ്. എന്നിട്ട് അവൻ നല്ലതായിട്ട് കച്ചവടം ചെയ്യും.
അതുകൊണ്ട് ആദ്യം ഇത് എടുത്തു കളയണം. നമ്മൾ സത്യസന്ധമായ വഴിയിലൂടെ പോകുക, നേർവഴിയിലൂടെ പോകുക, എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക. എനിക്കെല്ലാം അറിയാന്നുള്ള ഭാവം, നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും അല്ലെ? അറിയില്ലെന്ന് ആരും പറയുന്നില്ല. എന്നാലും അതിൽ ചെറു കുറവുകളൊക്കെ ഉണ്ടാവും അല്ലേ? എനിക്കിപ്പോ എല്ലാം എന്നറിയാവുന്ന ഭാവത്തിൽ ഞാൻ എവിടെയും പെരുമാറിയിട്ടില്ല. ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒത്തിരി പഠിക്കാനുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പല പുസ്തകങ്ങളോ അറിവുകളോ ഒക്കെ വായിച്ച് നമ്മൾ പഠിക്കണം. ഇനി അഥവാ എല്ലാം അറിയെങ്കിലും അറിയുമെന്ന ഭാവത്തിൽ നമ്മൾ ഒരാളോടും പെരുമാറാൻ പറ്റും. ഒരു കുട്ടിയുടെ മനോഭാവമായിരിക്കണം അല്ലെ? കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും അത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. ആ ഒരു മനോഭാവം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആരെന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കുക, അത് കേൾക്കുക, എന്നിട്ടോ നല്ല തീരുമാനമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് തള്ളിക്കളയും. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഈ രീതിയിൽ പോയാൽ നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പലരും ഇതിലൊത്ത് പരാജയപ്പെടാനുള്ള ഒരു കാരണം ഈഗോ. എന്നോട് അവൻ അങ്ങനെ പറഞ്ഞില്ലേ, മനസ്സിലായ അല്ലെ? എന്റെ അവരിങ്ങനെ പറഞ്ഞില്ലേ, ഇനി അവരെ വിളിക്കില്ല, അവരായിട്ട് യാതൊരു ബന്ധവും വേണ്ട, ശരിയല്ല ആള് അല്ലേ? ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അവര് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും, പറഞ്ഞത് ശരിയായിരിക്കില്ല. പിന്നെ അദ്ദേഹമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് മുറിച്ചു കളയാം. അത് വേണ്ട. ഒരു മനസ്സിലൊരു ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് കൊണ്ട് നടക്കരുത്. ഒരു വെറുപ്പ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. കാര്യങ്ങൾ പറയണം, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ പരാജയത്തിലേക്ക് പോകും. പുതിയ പഠന റിപ്പോർട്ടുകൾ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും നമ്മൾ വിട്ടുവീഴ്ചക്ക് സ്വയം തയ്യാറാകുക. നമ്മൾ വലിയ ലക്ഷ്യങ്ങളായിട്ട് അതിനകത്തേക്ക് വന്നിരിക്കുന്നത് അല്ലെ? വലിയ ലക്ഷ്യമാണ്. അപ്പൊ ചെറിയ ഒരു കല്ലിന്റെ മുകളിൽ തട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അവിടെ വീണ് കിടന്നിട്ട് ഞാൻ ഇനി ഇല്ല കേട്ടാ അല്ലേ? നമ്മൾ പലരും പല സംസ്കാരത്തിൽ നിന്ന് വരുന്നവരാണ്, പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, പല പ്രായമുള്ളവരാണ്. പക്വതയിൽ വ്യത്യാസം ഉണ്ടാവും, നോളജിൽ വ്യത്യാസം ഉണ്ടാവും, ക്ഷമ കുറവായിരിക്കും, നമ്മളെ ജീവിത ശൈലി അങ്ങനെ ജീവിതത്തിൽ വളർന്നു വന്ന രീതികൾ അങ്ങനെയായിരിക്കും. അതൊക്കെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയം വരുമ്പോ മാറിപ്പോകരുത്. നമുക്ക് വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ പൊറുക്കാനും മറക്കാനും സ്നേഹിക്കാനും ഒരുമിച്ച് പോകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. മനസ്സിലായ? മറക്കേണ്ടത് മറക്കണം. മനുഷ്യൻ ഏറ്റവും ദൈവം തന്നൊരു കഴിവാണ് മറവി എന്ന് പറയുന്നത് അല്ലെ? എന്ത് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറന്നു, അല്ലെങ്കിൽ 2 or 3 ദിവസം കൊണ്ടോ, അല്ലെങ്കിൽ ചില ആൾ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ മറക്കും. ഇങ്ങനെ മറന്ന് അല്ലെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ വിട്ടുവീഴ്ച ചെയ്യണം. നമ്മളെപ്പോഴും വിട്ടുവീഴ്ച ഉണ്ടാകണം. അപ്പൊ ഈഗോസ് തനിയെ പൊക്കോളും. അതുകൊണ്ട് ഈഗോ എന്ന് പറയുന്നതാണ് സൈലന്റ് കില്ലർ. അതിനെ നമ്മൾ മാറ്റി നിർത്തി മുന്നോട്ട് പോകണം. വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെ ആരെന്ത് പറഞ്ഞാലും ഒരു ചിരിച്ച മുഖമായിട്ട് പിന്നെ കാണുമ്പോഴും അവരെ സ്നേഹിച്ച് ചേർത്ത് നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാമാണ് മിനി മേഡം അവതരിപ്പിച്ചത്. അടുത്ത ദിവസം വേറെ ഒരു ലീഡറാണ് അവതരിപ്പിക്കുന്നത്. ആള് റെഡി ആയിട്ട് പൈപ്പ് ലൈനിലുണ്ട്, അവരിവിടെയുണ്ട്, സൂമിലുണ്ട്. ആളെ പേര് ഞാനിപ്പം പറയുന്നില്ല, നാളെ പിക്ക് വരുമ്പോൾ നിങ്ങൾ കാണും. ഇങ്ങനെ സാറേ ഞാനൊരു സബ്ജക്ട് അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾ ഈ കേൾവിക്കാരായിട്ട് ഇങ്ങനെ കയ്യടിച്ചുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. കയ്യടിക്കാൻ നിങ്ങൾ വേറെ ആള് വെക്കാം നമുക്ക് കേട്ടാ. നമ്മൾ ഇത്രയും കാലം നിന്ന് എന്താണ് അല്ലെ, ഒരു പ്രോഗ്രാം സെന്ററിൽ ചെന്ന കുറെ കസേരകൾ ഉണ്ടാവും. ആ കസേരയിൽ നമ്മൾ ഏറ്റവും പിറകിൽ പോയിരിക്കും അല്ലെ, മുന്നോട്ട് പോകാൻ മടിയാ. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ വെച്ചിട്ടാണ്. മുന്നോട്ട് പോയാൽ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് മുന്നിൽ വന്നിരിക്കണം അടുത്ത പ്രോഗ്രാം. ഈ കസേരകളിൽ അല്ലെ കുറെ ചുവന്ന കസേര അല്ലെങ്കിൽ പച്ച കസേരയോ നീല കസേരയൊക്കെ നിരത്തിയിട്ടുണ്ടാവും. അത് നമുക്കുള്ളത്. സ്റ്റേജിലൊക്കെ കയറാനോ അവിടെ മൈക്കെടുത്ത് സംസാരിക്കാനോ ഒരു വിഭാഗം ആളുകളുണ്ടാവും അല്ലെ. നമ്മളെ പണി എന്താണ്, കൈയടിക്കരുത്, കൈയടിച്ചു ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുക. ഇത് മാറണം. നിങ്ങളായിരിക്കണം നിങ്ങളുടെ ടീമിന്റെ ലീഡർ. ആ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം നിങ്ങൾ കാണിക്കണം എന്നുള്ള. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. മനസ്സിലായ? കൈയടിക്കാൻ ഒരാൾ വന്നോളൂ അപ്പൊ ഒന്ന് ഇല്ലേ. ഞാൻ വന്നപ്പോ ഞാനിങ്ങനെ ഇരിക്കണായിരുന്നു ഇല്ലേ. എന്നെ കുറെ നാൾ ഇരുത്താനും ശ്രമിച്ചിട്ടുണ്ട് പലരും. എനിക്കതൊന്നും വിഷയമല്ല. നമ്മളെ ഇരുത്താൻ ശ്രമിച്ചാലും നമ്മൾ മുകളിലുള്ള ഒരാളുണ്ടല്ലോ ഇല്ലേ അല്ലേ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ ഇരുത്താൻ ശ്രമിച്ചപ്പോ ഞാൻ ഓടിപ്പോയൊന്നുമില്ല. ഞാൻ അവിടെ ശാന്തമായിട്ടിരുന്നു. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നിന്റെ ഇഷ്ടം നടത്തിക്കോളൂ, യാതൊരു കുഴപ്പമില്ല, ഞാൻ എന്തും അനുഭവിക്കാൻ തയ്യാറാണ്. മനസ്സിലായ? എന്താണോ പടച്ച തമ്പുരാൻ തരുന്നത് അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതനുസരിക്കും. അനുസരണയുള്ള കുട്ടികളാണ് വിജയിക്കാറുള്ളത് അല്ലെ. ശരിയല്ലേ നമ്മൾ പറയണത്?
കുറച്ച് അനുസരണയുള്ളവരായിട്ട് മാറണ്ട എന്ന് പറയും അല്ലെ, പറയാറില്ലേ? അതുകൊണ്ട് അനുസരിച്ച് അവിടെ ഇരിക്കുക. ഒരു സുപ്രഭാതം നിങ്ങളുടേതായിരിക്കും, ഒരു സംശയവും വേണ്ട. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ദൈവം കൈപിടിച്ച് ഉയർത്തും എന്റെ പുനത്തുക, അത് നിങ്ങളുടേതായിരിക്കും, ഒരു സംശയവും വേണ്ട. അത് അതിവിദൂരമല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ പുതിയ പ്ലാനും പദ്ധതികളും ഒക്കെ വന്നപ്പോ, പുതിയ ഇൻകം പ്ലാൻ ഒക്കെ വന്നപ്പോ, റീപർച്ചേസ്, വേൾഡ് ക്ലാസ് റീപർച്ചേസ് വന്നപ്പോ, അതിന്റെ പവർ സൈഡ് ക്യാരി ഫോർവേഡ് ഇത് പോകുമ്പോ 1100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് കേവലം വാങ്ങിച്ചാൽ പോലും നമുക്ക് മാസം 37,80,000 രൂപ അച്ചീവ് ചെയ്യാനുള്ള വലിയൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. പലരും ഇന്ന് എവിടെയൊക്കെയോ ചിന്നിച്ചിതറി കിടക്കുകയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇത് സ്വപ്നം കാണാൻ പറ്റില്ല, അവർക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല ഇത്രയും വലിയൊരു ഇൻകം, അതും പവർ സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട്. വേൾഡിലെ നമ്പർ 1 മനസ്സിലായ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉടമകളാണ് നിങ്ങൾ. തിരിച്ചറിയണം, നിങ്ങൾ നിസ്സാരക്കാരല്ല. ഈ ബയോട്ടോറിയത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലീഡേഴ്സും നിസ്സാരക്കാരല്ല. കാരണം വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്ന കമ്പനി. ഇതെല്ലാം പലരും ഉപയോഗിക്കുക, റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഇൻകം ഹ്യൂജ് ഇൻകമാണ്. വേറെ എന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ, വേറെ എന്ത് അവസരമുണ്ട് ഇവിടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം അല്ലേ? അതുകൊണ്ട് കൂടുതൽ ആളുകളെ ചേർത്ത് പിടിച്ചു കൊണ്ടുവരിക, അവരോട് സംസാരിക്കുക, നമ്മളെ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാ. ഞാൻ എപ്പോഴും പറയുന്നതാ, ഈ ഓഗസ്റ്റ് തീരാൻ വേണ്ടി പോവാ. ഇന്ന് 22 ഇനി 9 ദിവസം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 9 ദിവസം കൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാം. സെപ്റ്റംബർ മാസം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു റിക്രൂട്ട്മെന്റ് മന്താക്കി മാറ്റണം. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ, അല്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീനിയസിലും വിന്നേഴ്സിലും ഇത്ര പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുള്ളൊരു സ്വയം തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അവിടെയാണ് വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അത് എല്ലാ ലീഡേഴ്സും അവരുടെ കോർ മീറ്റിംഗിലേക്ക് വിളിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കണം. നമുക്ക് ടീം ഉണ്ടായാലും മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. ടീം ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാറാണ്. ടീമാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ടീം ഇല്ലെങ്കിൽ ഇതിനകത്ത് അച്ചീവർ ആകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിക്രൂട്ട്മെന്റ് ഉണ്ടാകണം അല്ലെ? ആളുകളെ നമ്മൾ കൊണ്ടുവരണം. 3100 രൂപയുടെ എൻട്രി ഉണ്ട് അല്ലെ? 1000 രൂപ വെച്ച് 2 ആളോട് 3 ആളോട് കടം മേടിച്ചാൽ അവരെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ആരോ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, എന്റെ കമ്മൽ ഊരി കൊടുത്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ഇതിപ്പോ 5 ലക്ഷം രൂപയോളം കിട്ടിയ ആളാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത് ഞാൻ മറന്നുപോയി. മനസ്സിലായ? അവർക്ക് കോൺഫിഡൻസ് ആ ലീഡർ കൊടുത്തത് കൊണ്ടാണ് ആ കമ്മൽ ഊരാൻ വേണ്ടി സാധിച്ചത്. ഇല്ലെങ്കിൽ കമ്മൽ ഊരുവോ? ഇല്ല, ആ ലീഡറുടെ കഴിവാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നീ ധൈര്യമായിട്ട് കടം വാങ്ങിച്ചു 3000 രൂപ കടം മേടിച്ചാൽ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ വരുമാനം ഞാൻ വാങ്ങിച്ചു തരും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുമ്പോഴാണ് അവരെന്നെ തയ്യാറാകുന്നത്. ചില ത്യാഗങ്ങൾ ചെയ്യാതെ നേട്ടങ്ങൾ ഉണ്ടാവില്ല അല്ലേ? അവരെന്നത് ഊരി വെച്ച് വിഷമിച്ച് അല്ലേ, ഈർക്കിൽ കൊടി ഇങ്ങനെ വെച്ച് കുത്തിക്കൊണ്ട് അല്ലേ, അല്ലെങ്കിൽ തട്ടം ഇങ്ങനെ ചെവിക്കിട്ട് മറച്ചുകൊണ്ട് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും കുറച്ച് ദിവസമെങ്കിലും. ശരിയല്ലേ? ഒരു ത്യാഗമാണത്. ആ ത്യാഗം അനുഭവിച്ചാലേ നേട്ടം ഉണ്ടാവുള്ളൂ. ഞാൻ നിർത്തുകയാണ്. അപ്പോ ഈ രീതിയിൽ നമ്മളെ റിക്രൂട്ട്മെന്റ് മന്ത് ഈ മാസം നമ്മൾ ആചരിക്കണം. പരമാവധി ആളുകളെ ഓരോ ടീമും റിക്രൂട്ട് ചെയ്യുക. ആ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കോട്ടയം ടീമിന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഒരു 300 പേര് കോട്ടയം ടീമിൽ നിന്ന് പുതുതായിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. ഹംസ സാറിന്റെ ടീമിലും ഉണ്ടാവും ഒരു 300 മുതൽ 500 വരെയുള്ള ആളുകൾ. നിർബന്ധമായിട്ട് എൻട്രി എടുക്കണം. പുതുതായിട്ട് വന്ന ആളുകളെല്ലാം തന്നെ നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവരെ ആഡ് ചെയ്യണം. അത് ഞാൻ ഒരു ലീഡേഴ്സിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചാലുണ്ടല്ലോ, നമ്മുടെ എല്ലാം അക്കൗണ്ടിലേക്ക് ഉണ്ടല്ലോ അണയാത്ത പ്രവാഹമായിരിക്കും. തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒരു സംശയവും വേണ്ട. ആ രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യണം, ആളുകളെ കാണണം. സീമോർ പീപ്പിൾ ഇതില്ലാതെ നമുക്ക് നടക്കില്ല. അതിനുള്ള ആവശ്യം നൽകുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ഈ 6 AM ക്ലബ് എന്ന് പറയുന്നത്. ഡെയിലി പങ്കെടുക്കുക. നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേരെ പങ്കെടുപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ നോക്കണം, ഇന്ന് പേര് നോക്കണം, ആരൊക്കെ വന്നിട്ടുണ്ട്. വരാത്ത ആളെ വിളിച്ച് ദേഷ്യപ്പെടരുത് കേട്ടാ. നീ ശരിയാവൂല, നീ ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല, ഇങ്ങനൊന്നും ശപിക്കല്ലേ. എന്തേ പങ്കെടുക്കാതെ എന്ന് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചോദിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അവരൊരു എടി എനിക്ക് ഇന്ന് അങ്ങനെയായിപ്പോയി, ഇങ്ങനെയായിപ്പോയി, മറ്റായിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയി അല്ലേ, കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകണ്ടേ, അതൊക്കെ ഓണാക്കി വെക്കാൻ പറഞ്ഞാൽ അത് വീഡിയോ ഓണാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കേൾക്കട്ടെ. അവന് സ്നേഹത്തോടെ ചോദിക്കണം. അവർ എന്തുകൊണ്ട് പങ്കെടുത്തില്ല, ചിരിച്ചോണ്ട് ചോദിക്കണം. അല്ലെ? അപ്പൊ പിറ്റേ ദിവസം അവർ പങ്കെടുക്കും. പിറ്റേ ദിവസം പങ്കെടുക്കണമെങ്കിൽ വീണ്ടും ചോദിക്കണം. ഇങ്ങനെ ആവർത്തിച്ച് അവർക്ക് ശല്യമാകുമ്പോ അല്ലെ, പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ വിളി വരുന്ന എനിക്കറിയാം. അതുകൊണ്ട് ആളുകൾ ഇതിനകത്തേക്ക് വരും. എന്തെല്ലാം ഓരോ ലീഡേഴ്സ് ഓരോ ദിവസവും സംസാരിക്കുന്ന എന്തൊക്കെ ടിപ്സുകളാണ് കൊടുക്കുന്നില്ല. ഇന്നിപ്പോ മിനിമയോടൊക്കെ സംസാരിച്ച് എന്ത് ക്ലാസ്സാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആളുകളെ ചില വാക്കുകളായിരിക്കും നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ആവശ്യം കിട്ടുക.
പലരും എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, സാറേ ആ 6 മണിക്കത്തെ മീറ്റിംഗ് ഇല്ലെങ്കിൽ ഞങ്ങൾ ആകെ ഡെസ്പായി പോയേനെ അല്ലേ. ഇതൊരു ടോണിക്കാണെന്ന് മനസ്സിലായ. ഇത് നല്ലൊരു പോഷകാഹാരമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു ആവേശത്തോടെ ഊർജ്ജത്തോടെ ഞാൻ വിജയിക്കുന്ന ഒരു അഫർമേഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അഫർമേഷനാണ് നമ്മളെ എനർജി എന്ന് പറയുന്നത്. ഡെയിലി അഫർമേഷൻ എടുക്കണം. ഒരു സംശയമുണ്ട്, ഈ പ്രോഗ്രാം എല്ലാം കഴിയുന്നതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അഫർമേഷൻ എടുക്കണം അല്ലെ. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് സാധിക്കും, എനിക്കിതൊന്നും പറ്റൂല കേട്ടാ, എനിക്ക് നാലാളൊന്നും പറഞ്ഞ് ആര് ചേരാനാണ്. ഈ ഒരു മനോഭാവം നമ്മൾക്കുണ്ടെങ്കിൽ തീർന്നു, വെടിക്കെട്ട് തീർന്നു അല്ലേ. ഞാൻ 3-4 പേരോട് പറഞ്ഞു സാറേ, അവരൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ കാശോ പോയി അല്ലെ. അതുകൊണ്ട് ഞാൻ നിർത്തുക, ഇങ്ങനെ പറയാറില്ല ചില ആളുകള്. അവരെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് നിങ്ങൾ അഫർമേഷൻ എടുപ്പിക്കണം ഡെയിലി. അഫർമേഷൻ എടുപ്പിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺസ് ചേഞ്ചസ് ഉണ്ടാവും. അവിടുന്നാണ് ബിസിനസിന്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടുന്നാണ് ആവേശം ജനിക്കുന്നത്. ക്ലിയർ ആയി ഞാൻ പറയുന്നത്? അഫർമേഷൻ നമ്മൾ പല രീതിയിലേക്ക് എത്തിക്കുക. അഫർമേഷൻ ഐ ക്യാൻ ഡു ഇറ്റ് ഒരു 10 തവണയെങ്കിലും പറഞ്ഞ് അവിടുന്ന് നൃത്തം ചെയ്യാൻ വരണം. മനസ്സിലായി? ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് എന്റെ ദിവസമാണ്, ഇന്ന് എനിക്ക് പല അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലെ. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ദൈവം എന്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് അല്ലെ. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ അല്ലെ. ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ബെസ്റ്റ്, എന്നെ കഴിച്ചിട്ട് വേറെ ആളുകളുള്ളൂ. നിങ്ങൾ സ്വയം പറഞ്ഞാൽ മതി, മറ്റാളുടെ മുഖത്തേക്ക് നോക്കി പറയരുത്. നിങ്ങൾ സ്വയം മനസ്സിൽ പറയാം. മറ്റുള്ളവരുടെ മുഖത്തേക്ക് ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ജയ്മോൻ സാർ എന്നെ ഇഷ്ടപ്പെടും. ജയ്മോൻ സാറേ നിങ്ങൾ ഒന്നിനും കൊള്ളു, ഞാൻ ബെസ്റ്റ് പറഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കൂല അല്ലെ. ഐ ആം ദ ബെസ്റ്റ് നിങ്ങൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഐ എം എ വിന്നർ, ഐ എം എ വിന്നർ, ഐ എം എ വിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ആർക്കിമിഡീസ് തത്വത്തിൽ അദ്ദേഹം തുള്ളിച്ചാടിയതുപോലെ നിങ്ങൾക്ക് തുള്ളിച്ചാടാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ പേരും കോടീശ്വര പട്ടികയിലേക്ക് വരും, ഒരു സംശയവും വേണ്ട. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ടീം ബേസിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അത്രയും അതിശക്തമായ ടീം ഇന്ന് വരെയും കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ബയോട്ടോറിയം വേറൊരു സെക്കൻഡ് ലെവൽ ബ്ലാസ്റ്റിംഗ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് സ്വപ്നങ്ങളായിട്ടാണോ വന്നത്, ആ സ്വപ്നങ്ങൾക്ക് ഇല്ലേ, ആ സ്വപ്നങ്ങളുടെ ചിറവുകൾക്ക് മനോഹാരിത ചാർത്തിക്കൊണ്ട് അതിനെ നിറവെപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിലൂടെ ആ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കണം. ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും വിജയിക്കാൻ പറ്റില്ല. സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കണം. ആ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കാനും വിജയിക്കാനുള്ള ഒരു മനോഭാവവും ആഗ്രഹവും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു വെരി മച്ച് സാർ. ഇന്നത്തെ സുദിനത്തിൽ സാർ തന്ന ഈ ഒരു 20 മിനിറ്റ് സാറിനോടുള്ള ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. സാറ് പറഞ്ഞതുപോലെ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാവരുടെയും ഒരു റിക്രൂട്ട്മെന്റ് മന്താക്കാനുള്ള ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. കൈയടിക്കുന്നവരിൽ നിന്നും കൈയടിപ്പിക്കുന്നവരായി മാറാൻ നമുക്ക് എല്ലാവർക്കും കൂടെ സാധിക്കട്ടെ. ഇന്നത്തെ ഒരു ദിവസം ഈഗോ ഇല്ലാത്ത ദിവസമായി നമുക്ക് എല്ലാവർക്കും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാനും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ടവർ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നന്മയുള്ള നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.